ഇത് നമ്മൾ Autocad ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ്. എന്ന് വെച്ചാൽ സ്കെയിൽ ഓർ റൊട്ടേറ്റ് സ്കെയിൽ ആൻഡ് റൊട്ടേറ്റ് ഇത് രണ്ടും എങ്ങനെ റെഫറൻസ് വെച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം എനിക്ക് ഈ ഒരു ടേബിൾ റൊട്ടേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും റൊട്ടേറ്റിന്റെ ഷോർട്ട് കീ അറിയാം. നമ്മൾ സെലക്ട് ചെയ്ത് RO എൻ്റർ, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് പിടിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പം ഈ ഒരു രണ്ട് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ആവാം. പക്ഷെ നമുക്ക് വേറൊരു ആംഗിളിലോട്ടോ വേറെ എന്തെങ്കിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ റെഫറൻസ് ഇവിടെ താഴെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം, റെഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ റെഫറൻസ് എടുക്കുക. ഇത് നമുക്ക് ഏത് ആംഗിളാണോ വേണ്ടത്, ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ 45 എൻ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്ത റെഫറൻസ് പ്രകാരം ആ 45 ആംഗിളിൽ അത് റൊട്ടേറ്റ് ആയി. ഇനി ഞാൻ ഈ റെഫറൻസ് ഉള്ള ഓപ്ഷൻ എടുക്കാതെ തന്നെ ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു, RO ഒരു പോയിന്റ് പിക്ക് ചെയ്യുക. നമ്മള് 45 ജസ്റ്റ് 45 എൻ്റർ ചെയ്യാം. അപ്പം ആ 45 ആംഗിളിൽ പോയി കിടക്കും. അപ്പൊ ഒന്നെങ്കിൽ അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഇതാണ്. ഇപ്പം റെഫറൻസ് കൊടുത്ത് ചെയ്യാന്നുള്ളത്. നമ്മൾ ആ കമാൻഡ് ബോക്സിൽ പോയി റെഫറൻസ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ആ സ്റ്റെപ്പ് ഒഴിവാക്കി ജസ്റ്റ് നമ്മൾ 45 എന്ന് കൊടുത്താലും നമുക്ക് ആ ഒരു ആംഗിളിലോട്ട് അത് റൊട്ടേറ്റ് ആയി കിട്ടും. കറക്റ്റ് മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ എടുത്ത് അത് കഴിഞ്ഞ് റെഫറൻസ് സെലക്ട് ചെയ്ത് നമ്മൾ ഏതോ ആംഗിൾ കൊടുക്കുന്നത് ആ ആംഗിളിലോട്ട് നമുക്ക് മാറ്റി കിട്ടും. ഓക്കെ, നമുക്ക് അതേപോലെ സ്കെയിൽ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡോറ് ഇവിടെ എനിക്ക് പ്ലേസ് ചെയ്യണം. ഈ ഡോർ എടുത്ത് കോപ്പിയുടെ ഷോർട്ട് കീ ഒക്കെ എല്ലാവർക്കും അറിയാലോ, ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ റെഫറൻസ് പോയിന്റ് എന്റെ പിക് പോയിന്റ് ഇവിടെ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് കറക്റ്റ് അല്ല. ഈ ഡോറ് ഈ ലൈൻ വരെ വേണം. ഇതിന് സെലക്ട് ചെയ്യുന്നു, SC എൻ്റർ, സ്പെസിഫൈ ബേസ് പോയിന്റ്. ഇതാണ് നമ്മുടെ ബേസ് പോയിന്റ്. നമ്മൾ നേരത്തെ പോലെ തന്നെ കമാൻഡ് ലൈനിൽ റെഫറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റെഫറൻസ് എടുത്തു, സ്പെസിഫൈ റെഫറൻസ് ലെങ്ത്. ഏത് ലെങ്ത്തിലോട്ടാണ് നമുക്ക് അതിനെ സ്കെയിൽ ചെയ്ത് വെക്കേണ്ടത് ആ ലെങ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, ദെൻ സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സ്പെസിഫൈ ന്യൂ ലെങ്ത്. ഈ ലെങ്ത്തിലോട്ട് നമുക്ക് മാറ്റേണ്ടത്. ഓക്കെ, അപ്പം അത് കറക്റ്റ് അതിൽ ഫിറ്റായി. ഇനി നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമാൻഡ് ലൈനിൽ പോയി റെഫറൻസ് എടുക്കാതെ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. വീണ്ടും സെലക്ട് SC, ബേസ് പോയിന്റ് എടുത്തു. ഇനി ഈ റെഫറൻസ് നമ്മൾ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യാതെ തന്നെ ചെയ്യുന്നത് R, അതായത് റെഫറൻസിന്റെ ഷോർട്ട് കീ R എൻ്റർ, ഇങ്ങനെ നേരത്തെ പോലെ തന്നെ. ഓക്കെ, ഇങ്ങനെയാണ് റൊട്ടേറ്റും സ്കെയിലും റെഫറൻസ് ത്രൂ ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റിലൂടെ അറിയിക്കാം.